സർ, എനിക്കൊരു സംശയം. നമ്മൾ കിച്ചണിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഓവർ യൂസ് മൂലം നമ്മുടെ ഈ കിച്ചണിലെ ക്യാബിനറ്റ്സ് ചീത്തയാവാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വെള്ളം വീണാൽ കേടാകാത്ത ഒരുപാട് മെറ്റീരിയൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ WPC പോലെയുള്ള, അതായത് മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയലാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളം വീണാലും കേടാവാത്ത രീതിയിലുള്ള മെറ്റീരിയൽ. അത് മാത്രം വെച്ച് ക്യാബിനറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ റേറ്റിലും വ്യത്യാസമുണ്ട്. അതൊരു എക്കണോമിക് കിച്ചൺ ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടിക്കലായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് സിങ്ക് ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ഉപയോഗം വരുന്നത്. ആ ഏരിയ നമ്മൾ ഈ പറഞ്ഞ WPC ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്യും. നമ്മുടെ ഓൺ ഫാക്ടറിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം മേക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ ഷട്ടറിൻ്റെ എഡ്ജ് ബൈൻഡിങ് ആണ്. ഓരോ ക്യാബിനറ്റ്സിൻ്റെയും എഡ്ജ് ബൈൻഡിങ് ആണ്. ഈ എഡ്ജിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈർപ്പവും വെള്ളവും അകത്തോട്ട് കയറുന്നത്. അങ്ങനെ നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീനിൽ പ്രസ് ചെയ്തിരിക്കുന്ന എഡ്ജ് ബൈൻഡിങ് ആണ് ഓരോ ക്യാബിനറ്റ്സിനും ഇനീഷ്യൽ ഫാക്ടറിയിൽ ചെയ്തു കൊടുക്കുന്നത്. ആ രീതിയിൽ ചെയ്തു വന്ന കിച്ചണിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാലങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനായി പേജ് ഫോളോ ചെയ്ത് കൂടി